തസ്ബീഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ മഹത്വം പറയലാണ്, അവൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തലാണ്. തസ്ബീഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധനാണ്, അഥവാ ജനങ്ങൾ വിശ്വസിക്കുന്നത് പോലെ അല്ല അള്ളാഹു എന്ന് പറയലാണ്. ഉദാഹരണത്തിന് ലം യലിദ്, അവൻ ജന്മം നൽകിയിട്ടില്ല. വലം യൂലദ്, അവൻ ജനിച്ചവനുമല്ല. അപ്പോൾ അത് പരിശുദ്ധിയെ വാഴ്ത്താണ്. കാരണം അള്ളാഹു ജന്മം നൽകിയിട്ടുണ്ട് എന്ന് വാദിക്കുന്നവരാണ് ക്രിസ്ത്യാനികൾ. അള്ളാഹുവിന് മകനുണ്ട്, അള്ളാഹുവിന് മക്കളുണ്ട്, അള്ളാഹു പിതാവാണ്. ഈസാ നബി ദൈവമാണ്, പക്ഷേ മകനാണ്. അള്ളാഹു പിതാവാണ്, പക്ഷേ ദൈവമാണ്. ഇങ്ങനെ അതാണ് ലം യലിദ്. അത് ക്രിസ്ത്യാനികൾക്കുള്ള മറുപടിയാണത്. ലം യലിദ് വലം യൂലദ്. ലാ തഖുദുഹു സിനത്തുൻ വലാ നൗം, അള്ളാഹുവിന് ഉറക്കവുമില്ല മയക്കവുമില്ല. അത് തസ്ബീഹാണ്. വലാ യഊദുഹു ഹിഫ്ളുഹുമ, ആകാശഭൂമികളെ സംരക്ഷിക്കൽ അള്ളാഹുവിന് ബുദ്ധിമുട്ടില്ല. അത് തസ്ബീഹാണ്. ആ തസ്ബീഹിൻ്റെ കൂടെ ഹംദ് കൂടി വരണം. അതെന്താണ്? സ്തുതികീർത്തനമാണ്, അത് സ്ഥാപിക്കലാണ്. തസ്ബീഹ് എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല ഇങ്ങനെയല്ല അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്ന് പറയലാണ് തസ്ബീഹ്. ഹംദ് എന്ന് പറഞ്ഞാലോ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറയലാണ്. അപ്പോൾ സുബ്ഹാനല്ലാഹി വ ബിഹംദിഹി എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ലാന്നും ഇങ്ങനെയാണെന്നും പറയലാണ്. ശ്രദ്ധിക്കുക, അങ്ങനെയല്ല അതാണ് തസ്ബീഹ്, ഇങ്ങനെയാണ് അതാണ് ഹംദ്. അതാണ് ഫസബ്ബിഹ് ബിസ്മി റബ്ബിക്കൽ അദീം. അള്ളാഹു അദീമാണ്, ഫസബ്ബിഹ്, അതുകൊണ്ട് അവൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തുകയും അവൻ എന്താണോ അല്ലാത്തത് അതല്ലാന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുക. ഇങ്ങനെ റഹ്മാനായ റബ്ബിൻ്റെ മഹത്വം പറഞ്ഞുകൊണ്ട് അവൻ്റെ അസ്മാഉകളെ പ്രകീർത്തിക്കണമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. സുബ്ഹാന റബ്ബുന, സുബ്ഹാന റബ്ബിയൽ അദീം, സുബ്ഹാന റബ്ബിയൽ അഅല എന്നൊക്കെ സുജൂദിലും റുക്കൂയിലും ഒക്കെ ചൊല്ലാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ഇത്തരം ആയത്തുകൾ കൊണ്ടാണ് എന്നാണ്. അതുകൊണ്ട് നിരന്തരമായി സുബ്ഹാനല്ലാഹി വ ബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കണം. നാവിൽ ഘനം കുറവാണെങ്കിലും അള്ളാഹുവിൻ്റെ വലിയ ഇഷ്ടവും മീസാനിൽ ഒരുപാട് ഘനം തൂങ്ങുന്ന ദിക്റാണ് സുബ്ഹാനല്ലാഹി വ ബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം.